നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കാലാകാലങ്ങളായി തൊഴിൽ ചെയ്യുന്ന പ്രവാസികളോട് അവിടുത്തെ മുതലാളികൾക്ക് ഒരു പ്രത്യേക അടുപ്പമുണ്ടാകും. വിശ്വാസമാണല്ലോ എല്ലാം എന്ന് പറയും പോലെ. അതെ, അത്തരത്തിലൊരു ആത്മബന്ധത്തെയും ആത്മാർത്ഥതയും വെളിവാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റീ എൻട്രിയിൽ പോയി 3 വർഷമായിട്ടും തിരിച്ചു വരാത്ത ഇന്ത്യക്കാരനായ തൊഴിലാളിയെയും കാത്ത് മുതലാളി ഇരിക്കുകയാണ്. അതെ, ശമ്പള കുടിശ്ശിക കൊടുത്ത് തീർക്കാനുള്ള വഴി തേടി കാത്തിരിക്കുകയാണ് സൗദി പൗരനായ തൊഴിലുടമ ഇന്ത്യൻ എംബസിയിലെത്തി. ബിഷയിൽ ജോലി ചെയ്തിരുന്ന മുഹമ്മദ് യൂനുസ് എന്ന കശ്മീരി യുവാവിന് 35,000 റിയാൽ ശമ്പള കുടിശ്ശിക കൊടുത്ത് തീർക്കാനുള്ള വഴി തേടിയാണ് അദ്ദേഹത്തിന്റെ സ്പോൺസർ ഇന്ത്യൻ എംബസിയിലെത്തി സഹായം തേടിയത്. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ യൂസുഫ് കാക്കഞ്ചേരിയുടെ ഇടപെടലിൽ യൂനുസിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും കണ്ടെത്തി അദ്ദേഹത്തോട് സംസാരിച്ചതോടെ സ്പോൺസറുടെ 3 വർഷത്തെ അന്വേഷണത്തിന് സന്തോഷകരമായ പര്യവസാനമായി. 2019 മുഹമ്മദ് യൂനുസ് റീ എൻട്രിയിൽ നാട്ടിൽ പോയത്. പിന്നീട് അസുഖം കാരണം തിരിച്ചു വരാൻ സാധിച്ചില്ല. കോവിഡ് വ്യാപനം കാരണം വിമാന സർവീസുകൾ പ്രതിസന്ധിയിലായതോടെ സൗദിയിലേക്കുള്ള എല്ലാ വഴികളും അടഞ്ഞു. എന്നാൽ ഇക്കാലം അത്രയും യൂനുസിന്റെ ഫോൺ നമ്പർ തേടി നടക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ സ്പോൺസർ കൂടിയായ ബിഷ സ്വദേശി. ശമ്പള കുടിശ്ശികയും ആനുകൂല്യവും അടക്കം 35,000 റിയാൽ അദ്ദേഹത്തിന് നൽകാനുണ്ടായിരുന്നുവെന്നാണ് കാരണം. സഹപ്രവർത്തകർ വഴിയും മറ്റും അന്വേഷിച്ചിട്ട് ഫലമില്ലാതായതോടെ ആരോ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ എംബസിയിലെത്തി. എംബസി ഗേറ്റിനടുത്ത് യാദൃശ്ചികമായി അദ്ദേഹം എംബസി ഉദ്യോഗസ്ഥനായ യൂസുഫ് കാക്കഞ്ചേരിയെ കണ്ടുമുട്ടുകയായിരുന്നു. കാര്യം അന്വേഷിച്ചപ്പോൾ ഇഖാമയുടെയോ പാസ്പോർട്ടിന്റെയോ നമ്പറുകളൊന്നും സ്പോൺസറുടെ കയ്യിലുണ്ടായിരുന്നില്ല. 2010 ഇൻജാസ് വഴി സ്പോൺസർ യൂനുസിന്റെ ഭാര്യയ്ക്ക് പണം അയച്ചതിന്റെ സ്ലിപ്പ് മാത്രമാണ് കയ്യിലുണ്ടായത്. തുടർന്ന് മറ്റൊരു എംബസി ഉദ്യോഗസ്ഥനായ നസീം ഖാൻ ജവാസാത്തിനിൽ പോയി ഇദ്ദേഹത്തിന്റെ ഇഖാമ നമ്പർ കണ്ടുപിടിച്ചു. അതുവഴി പ്രിന്റ് എടുത്തപ്പോൾ ഇൻജാസ് സ്ലിപ്പിലെ ഫോട്ടോയും ജവാസാത്ത് പ്രിന്റിലെ ഫോട്ടോയും ഒന്നാണെന്ന് വ്യക്തമായി. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.